കടന്നു വന്ന എല്ലാവർക്കും വന്ദനം. നമുക്ക് ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ഉപദേശ വിഷയം, വളരെ ഫൗണ്ടേഷനലായിട്ടുള്ള ഒരു ഉപദേശ വിഷയമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ബാലൻസ്ഡായിട്ട് അത് ചിന്തിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ തെറ്റായി അതിനെ മനസ്സിലാക്കുവാൻ സാധ്യതയുള്ള ഒരു ഉപദേശമാണ്. ട്രൈ യൂണിറ്റി എന്ന വേദപുസ്തകത്തിലെ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് ഒരു എക്സ്ട്രാ ബിബ്ലിക്കൽ വേർഡായിട്ട് ട്രിനിറ്റി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദം വേദപുസ്തകത്തിലില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ പദം സൂചിപ്പിക്കുന്ന ആ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, ആശയം വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, ആ പ്രധാനപ്പെട്ട ഉപദേശത്തെ തിരസ്കരിച്ചാൽ വേദപുസ്തകം തന്നെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ അല്പമായിട്ട് കഴിഞ്ഞു. തുടർന്നുള്ള പഠനങ്ങളിലും അത് കൂടുതലായിട്ട് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. സോഫാർ നമ്മൾ പഠിച്ച വിഷയം ഞാനൊന്ന് ക്രോഡീകരിച്ച് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒന്നാകുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ലാസ്സൊക്കെ നമ്മൾ മിസ് ചെയ്താൽ നിവൃത്തിയുള്ളിടത്തോളം ആ മിസ് ചെയ്ത ക്ലാസ്സുകൾ കേട്ട ശേഷം തുടർന്ന് ഈ ക്ലാസ്സുകൾ ശ്രദ്ധിപ്പാനായിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനമാകും എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയ സ്ഥലത്തു നിന്നാണ്. എങ്കിലും സോഫാർ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഒന്ന് ആവർത്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ട്രൈ യൂണിറ്റി എന്നുള്ള ആ ഉപദേശത്തെ വെളിപ്പെടുത്തുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ദ 3 ഫൗണ്ടേഷൻസ് ഓഫ് ദ ട്രിനിറ്റി. ഫൗണ്ടേഷൻ 1, മോണോതീയിസം, ദർ ഈസ് ഓൺലി വൺ ഗോഡ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. വൺ ഗോഡ്, ഒരു ദൈവം, ഏക ദൈവം. അത് അടിസ്ഥാനപരമാണ്. ആ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. ഈ ഒരു കാര്യം, അതിനെക്കുറിച്ച് തർക്കമില്ല. പക്ഷേ ആ ഏക ദൈവം എന്ന് പറയുമ്പോൾ ഒരു ന്യൂമറിക്കലി വൺ പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലല്ല ദൈവവചനം അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ വിശദീകരണം ഞാൻ തന്നതാണ്. പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും അല്പം ചില കാര്യങ്ങൾ ചില വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ഒരു ന്യൂമറിക്കലി വൺ പേഴ്സൺ എന്ന അർത്ഥത്തിലല്ല ഏകദൈവം എന്നുള്ള ആശയം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലും അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷനാണ് മോണോതീയിസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം. രണ്ടാമത്, ദർ ആർ 3 ഡിവൈൻ പേഴ്സൺസ്. ആ ഏക ദൈവത്തിൽ 3 ദിവ്യ വ്യക്തികൾ, ഡിവൈൻ പേഴ്സൺസ് ഉണ്ട് എന്ന് നമ്മൾ കാണുവാനായി കഴിയുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് തുടർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഫൗണ്ടേഷൻ നമ്പർ 3, the 3 divine persons are co-equal and co-eternal. ഇതാണ് വേദപുസ്തകത്തിലെ ട്രൈ യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഈ 3 വ്യക്തികൾ, പേഴ്സൺസ്, ദേ ആർ co-equal and co-eternal. നിത്യരായി സമത്വമുള്ളവരാണ്. നിത്യരായി സമത്വമുള്ളവരാണ്. അവർ co-eternal-ആണ്. അതേസമയം തന്നെ സമന്മാരാണ്, സമത്വമുള്ളവരാണ്.
ഇത് വേദപുസ്തകത്തിലുടനീളം, വിശേഷിച്ച് പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടോടുകൂടെ അത് വളരെ വ്യക്തമായി മറനീക്കി പുറത്തു വരുന്നത് നമ്മൾ വായിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു വിടരുവാൻ പോകുന്ന പുഷ്പം പോലെ, ഒരു ബഡിങ് ഫ്ലവർ പോലെ ഈ ഉപദേശം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് നമ്മളിപ്പോൾ അത് ചിന്തിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ജഡത്തിലുള്ള വെളിപ്പാട്, ഇൻകാർണേഷൻ, ജഡത്തിൽ കർത്താവ് വെളിപ്പെടുന്നതോടുകൂടി പഴയ നിയമത്തിൽ ഒരു ബഡ് എന്ന നിലയിൽ കാണാൻ കഴിയുന്ന ആ ഉപദേശം പുതിയ നിയമത്തിലേക്ക് അതിൻ്റെ മറ നീക്കി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. എ ബേസിക് ഡെഫിനിഷൻ. ഈ ബേസിക് ഡെഫിനിഷൻ ഇത് നമ്മൾ ഒന്ന് ബൈഹാർട്ട് ആക്കുന്നത് നല്ലതാണ്. കാരണം കഴിയുമെങ്കിൽ വിത്തിൻ ദ വൺ ബീയിങ് ദാറ്റ് ഈസ് ഗോഡ് ദർ എക്സിസ്റ്റ് eternally three co-equal and co-eternal persons, namely the Father, the Son and the Holy Spirit. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണ്. ദൈവം എന്ന ഏക സത്തയിൽ, അതാ വൺ ബീയിങ്, അല്ലെങ്കിൽ സത്തയെന്നുള്ള മലയാളത്തിലെ പദത്തിന് സാരാംശമെന്നോ സബ്സ്റ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ തിയോളജിക്കൽ ടേം പറയും, അല്ലെങ്കിൽ ഉണ്മയെന്ന് പറയും. ദൈവമെന്ന ഏക സത്തയിൽ, വൺ ബീയിങ് ആണ് ഗോഡ്. ദൈവം എന്ന ഏക സത്തയിൽ അല്ലെങ്കിൽ ഏക സാരാംശത്തിൽ നിലനിൽക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തികൾ തുല്യതയുള്ളവരും നിത്യമായവരും ആകുന്നു. അതാണ് ആ ഒരു ഡെഫിനേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഹാങ്ക് ഹനേഗ്രഫ്, ഇദ്ദേഹം ഒരു വെൽ നോൺ ഓതറാണ്. ക്രിസ്ത്യാനിറ്റി ഇൻ ക്രൈസിസ് എന്നുള്ള വളരെ ഒരു കോൺട്രാവേഴ്സി ഉണ്ടാക്കിയ ഒരു ബുക്കിൻ്റെ ഓതറാണ്. പക്ഷേ വെൽ റിട്ടൺ, വെൽ റിസർച്ച്ഡ് ബുക്കാണത്. അതിൻ്റെ ഓതറായിരിക്കുന്ന ഈ ഹാങ്ക് ഹനേഗ്രഫ് എന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം, when speaking of the Trinity, we need to realize that we are talking about one what and three whos. ഞാനിത് ഇനീഷ്യലി പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പല വേദഭാഗങ്ങളും നമ്മൾ കണ്ടു. എന്നാൽ ഇത് പറഞ്ഞ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുക. പെട്ടെന്ന് പറഞ്ഞു പോകാം. The one what is the being or essence of God. അതാ ഏക ദൈവം എന്ന് പറയുന്ന one what is the being or essence of God. The three whos are the Father, Son and Spirit. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, we dare not mix up the whats and the whos regarding the Trinity. What എന്ന് പറയുന്നതും who എന്ന് പറയുന്നതും മിക്സ് ചെയ്യരുത്. God is one person and three person എന്ന് പറഞ്ഞാൽ തെറ്റി. എന്നാൽ God is one being, അതാ one what, who he is, അതാ being, who God is. ദൈവം ആരാകുന്നു, അല്ലെങ്കിൽ who എന്നുള്ളതിനേക്കാളും ദൈവം വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രകൃതം എന്താണ്, അതാണ് ബീയിങ്, അല്ലെങ്കിൽ എസൻസ്, സാരാംശം എന്നൊക്കെ പറയും. ഈ പദങ്ങളൊന്നും വേദപുസ്തകത്തിലെ വാക്യങ്ങളിൽ ഈ പദം കാണാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെങ്കിൽ ആശയങ്ങളുണ്ട്, അനേക വേദഭാഗങ്ങളുണ്ട്. ഓക്കെ, the three whos are the Father, Son and the Spirit. We dare not mix up the whats and whos regarding the Trinity. Hank Hanegraaff. ഓക്കെ, R.C. Sproul എന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദ വേർഡ്, ഈ ബുക്കൊക്കെ R.C. സ്പ്രൗളിൻ്റെ ട്രിനിറ്റി എന്നൊക്കെയുള്ള ബുക്ക് ഫ്രീലി അവൈലബിളാണ്, പൈസയും കൊടുക്കണ്ട. നെറ്റിൽ നമുക്ക് അതിൻ്റെ
EPUB വേർഷനും PDF ഒക്കെ അവൈലബിളാണ്. പൈസ കൊടുക്കാതെ തന്നെ കിട്ടുന്ന ബുക്കുകളായതൊക്കെ കേട്ടോ. ഓക്കെ, the word person is equivalent to the term subsistence. In this word, we have the prefix sub with the same root word sisto. So, subsistence literally means to stand under. ഒന്നുകൂടെ പറഞ്ഞാൽ സബ്സ്റ്റൻസ് ആണ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ സബ്സിസ്റ്റൻസ് എന്നുള്ള വാക്കാണ് അതിന് തത്തുല്യമായിട്ട് വരുന്നത്. ബീയിങ് എന്നുള്ളതിന് സബ്സ്റ്റൻസ് എന്ന വാക്കാണ്. ഓക്കെ, ഞാനതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തി എന്ന വാക്ക് സബ്സിസ്റ്റൻസ് എന്ന പദത്തിന് തുല്യമാണ്. അതിനോ ഇത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമുക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടാണ് ഈ വാക്കുകളൊക്കെ, ഈ ആശയങ്ങളൊക്കെ. എന്നാൽ നമുക്ക് വേദപുസ്തകത്തിലേക്ക് ഇപ്പം തന്നെ പ്രവേശിക്കാം. ഈ വാക്കിൽ സിസ്റ്റോ എന്ന അതേ മൂലപദത്തോട് കൂടിയ ഉപസർഗം എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ്. അതിനാൽ സബ്സിസ്റ്റൻസിൻ്റെ അർത്ഥം കീഴിൽ നിൽക്കുക, ടു സ്റ്റാൻഡ് അണ്ടർ എന്നാണ്. അപ്പോൾ സബ്സ്റ്റൻസ് ആൻഡ് സബ്സിസ്റ്റൻസ് ഈ രണ്ട് വാക്കുകളാണ് ദൈവവചനം പഠിക്കുന്നവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി തരാം. Thus, this word gets at the idea that while God is one in essence, there are three subsistences, three persons that stand under the essence. So, God is one in essence, three in persons. So, under the one substance, three persons that stand under the essence. They are part of the essence. All three have the essence of deity. Okay, അത് മലയാളത്തിൽ അങ്ങനെ ദൈവം സത്തയിൽ, സബ്സ്റ്റൻസിൽ ഒന്നായിരിക്കുമ്പോൾ, അല്ലെ ബീയിങ്ങിൽ ഒന്നായിരിക്കുമ്പോൾ, ആ ബീയിങ്ങിൻ്റെ കീഴിൽ, സത്തയുടെ കീഴിൽ നിൽക്കുന്ന മൂന്ന് അസ്തിത്വങ്ങൾ, എക്സിസ്റ്റ് ചെയ്യുന്ന മൂന്ന് വ്യക്തികൾ ഉണ്ടെന്ന ആശയം ഈ വാക്ക് നൽകുന്നു. മൂവരും ദൈവീക സാരാംശത്തിൻ്റെ ഭാഗമാണ്. മൂവർക്കും ആ സാരാംശം ഉണ്ട്. അതിനോ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകത്തുള്ളതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. സാധാരണതയായിട്ട് ട്രൈ യൂണിറ്റിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ വണ്ണസ് പെൻറ്റക്കോസ്റ്റൽസിനോടൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ സാധാരണ പറയുന്ന ഒരു മറുവാദമുണ്ട്. അതിതാണ്, ട്രിനിറ്റി എന്നുള്ള നിങ്ങൾ പറയുന്ന ഈ ഉപദേശം അത് ദൈവവചനത്തിൽ ഉണ്ടെങ്കിൽ പഴയ നിയമത്തിൽ ആ കാര്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ പഴയ നിയമത്തിൽ വേണമല്ലോ. 3 persons പഴയ നിയമത്തിൽ വേണമല്ലോ. എങ്കിലല്ലേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളല്ലോ എന്നുള്ള ഒരു വളരെ ബാലിശമാകുന്ന ഒരു വാദം അവർ ഉന്നയിക്കാറുണ്ട്. വണ്ണസ് പെൻറ്റക്കോസ്റ്റൽസ് എന്നാണ് അവരെ വിളിക്കുന്നത്. യേശുനാമക്കാർ നമ്മൾ ഈ കരിസ്മാറ്റിക് ആ ഒരു ശാഖയുടെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചാൽ, ഈ സത്യത്തിൽ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ ആ ഒരു ശാഖയിൽ. നമ്മൾ പല പേരുകളും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഗോഡ്സ് ജനറൽസ് എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട് പെൻറ്റക്കോസ്റ്റലിസത്തെക്കുറിച്ചൊക്കെ. അതിനകത്തെ ഈ ജനറൽസ് എന്നൊക്കെ വിളിക്കുന്ന പലരും വില്യം ബ്രാൻഹാം അങ്ങനെ തുടങ്ങി പലരും ത്രിയേകത്വത്തിൽ വിശ്വസിച്ചവരല്ലെന്ന് മാത്രമല്ല,
അത് സാത്താൻ്റെ ഉപദേശമാണ് എന്ന് പറഞ്ഞവരാണ്. ഇതൊരു ഫാക്റ്റാണ് കേട്ടോ, ഫാക്റ്റാണ്, വസ്തുതയാണ്. ചരിത്രത്തിൻ്റെ വസ്തുതയെ ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഓക്കെ, നമ്മൾ അത്രയും പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ, അതായത് 3 പേഴ്സൺസ് നമ്മൾ ആദ്യം കണ്ടു. മോണോതീസമാണ് ബേസിസ് എന്ന് കണ്ടു, ഏകദൈവ വിശ്വാസം. രണ്ടാമത് നമ്മൾ കാണാനായിട്ട് പോകുന്ന വിഷയം ദൈവിക ബഹുത്വം, അല്ലെങ്കിൽ ദ പ്ലൂറാലിറ്റി ഓഫ് ഡിവൈൻ പേഴ്സൺസ്. Though the Old Testament emphasizes that the Lord, that is Yahweh എന്ന പദമാണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. The Lord is one. We find shadows of the tri-personality of the one God there. Okay, ഞാൻ ഈ നമ്മുടെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് സിസ്റ്റമാറ്റിക്കായിട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ കാര്യങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് ഈ ഒന്നാമത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ ക്രിയേഷൻ അക്കൗണ്ട് നമ്മൾ വായിക്കുമ്പോൾ ജനസിസ് 1-2, ഉൽപ്പത്തി 1:2, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, 1-2 വാക്യങ്ങളൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. യെശയ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 63-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം അതിങ്ങനെയാണ്: എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ 2 പേഴ്സൺസിനെ കാണുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു ഇമോഷനല്ല, ഹീസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് എന്ന ശക്തി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നുണ്ട്, തെറ്റാത്. പരിശുദ്ധാത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് എ പേഴ്സൺ. കാരണം ഹീ ഈസ് എ പേഴ്സൺ ഹൂ ക്യാൻ ബി ഗ്രീവ്ഡ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ആരാ? ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ദുഃഖിപ്പിക്കാൻ കഴിയും. ഹീസ് എ പേഴ്സൺ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിലാണ്. നമ്മൾ വീട്ടിൽ പോയി വായിച്ച് നോക്കണം ഏത് കോണ്ടെക്സ്റ്റിലാണത് പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോൾ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. പറഞ്ഞു വന്നേച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. എങ്ങനെയാണ് ദുഃഖിപ്പിക്കാൻ കഴിയുന്നത്? എനിവേ പറഞ്ഞതല്ലേ, ഒന്ന് വായിച്ചു വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നാലിൻ്റെ 29. കേൾക്കുന്നവർ കൃപ ലഭിക്കേണ്ടതിന് പോലെ ആത്മീക വർധനയ്ക്കായി. നമ്മൾ ആ 25 മുതൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഭോഷ്ക് ഉപേക്ഷിക്കണം, താന്താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? വി ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ ബേസിസ്. എന്നിട്ട് പറയാം, പിശാചിനിടം കൊടുക്കരുത്. അപ്പോൾ ഈ കോപവും പിശാചുമായിട്ട് ഭയങ്കര ബന്ധമാണ്. പിശാചിനിടം കൊടുക്കരുത്. പിന്നെ കള്ളൻ
മോഷ്ടിക്കരുത്, കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകാൻ. ഓക്കെ, നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കാതെ. അടുത്തത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ഗോഡ്, the Holy Spirit. The Holy Spirit is a person who can easily be grieved. Person, he is a person. അത് പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ എന്ത് ചെയ്തു? എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പ്ലീസ് ഷോ ദാറ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഈ പഴയ നിയമത്തിൽ തന്നെ ആ ക്രിയേഷൻ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നു. ആ വ്യക്തി, പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 വാക്യങ്ങൾ വായിച്ചത്. കാരണം വ്യക്തിക്ക് മാത്രമേ ഗ്രീവ് ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വ്യക്തി മാത്രമേ ഗ്രീവ് ചെയ്യുന്നുള്ളൂ. അതിനാ പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ ആ വാക്യം നിങ്ങളെ കാണിച്ചത്. ഇവിടെ പഴയ നിയമത്തിലും ഇസ്രായേൽ മക്കൾ ചെയ്തത് എന്താ? ദേ ഗ്രീവ്ഡ് ഹിം, അവനെ ദുഃഖിപ്പിച്ചു. ഉൽപ്പത്തി 1:2 ആ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, നൗ നോട്ടീസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ the God who creates the heavens and the earth. Verse 1. ഓക്കെ, ഒന്നാമത് നമ്മൾ അവിടെ കാണേണ്ടത് സകലത്തെയും, അതായത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്ന ദൈവം. വേഴ്സ് 1, ഒന്നാമത്തെ വാക്യം. ജനസിസ് ചാപ്റ്റർ 1 ഞാനിപ്പോൾ പറയുന്നത്. 2, the Spirit of God who hovers over the face of the waters. ദൈവം സൃഷ്ടിക്കുന്നു, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ വ്യാപരിക്കുന്നു. വേഴ്സ് 3, മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. നോക്കുക, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദ സ്പീച്ച് ഓർ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ നമുക്കാണ്. ഞാനിപ്പോൾ ഇൻ എ മിനിറ്റ് ഞാൻ ആ വേദഭാഗം ഒന്ന് കണക്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. 2, ആത്മാവ് വെള്ളത്തിന്മീതെ വ്യാപരിക്കുന്നു. 3, ദ സ്പീച്ച് ഓർ word of God who issues the decree, let there be light. Verse 3. സങ്കീർത്തനം 33:6 ഒന്ന് വായിച്ചേ. Psalm 33 and verse 6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു, ദൈവം ആദിയിൽ, എല്ലാവരും ശ്രദ്ധിക്കണേ, ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ആത്മാവ് വെള്ളത്തിന്മീതെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. 3-ാം വാക്യം, കൽപ്പിച്ചു. ഹിസ് വേർഡ്, ലെറ്റ് ദർ ബി ലൈറ്റ്. ദ ഡിക്രി, ദ വേർഡ്. നമ്മൾ സങ്കീർത്തനം 33:6 വായിക്കുന്നു. ബൈ ദ വേർഡ് ഓഫ് ദ ലോർഡ് ദ ഹെവൻസ് വേർ made, and by the breath of his mouth all their host. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിൻ്റെ സകല സൈന്യവും ഉളവായി. ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ് ടു ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സസ് 1 to 3. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ശ്രദ്ധിക്കണം, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ദ വേർഡ്. ഓക്കെ, 2, ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. ഇത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം
it is so similar to Genesis chapter 1 verse 1 following. ഓക്കെ, നമ്മൾ കണ്ടു ദൈവം, ആത്മാവ്, അവിടുത്തെ വചനം. ഓക്കെ, ആ 3 കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുന്നു. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ വചനത്താൽ ഇതെല്ലാം സൃഷ്ടിച്ചു. വചനത്താൽ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വാസ് ദ വേർഡ്. വചനം ഉണ്ടായിരുന്നു ഓൾറെഡി. ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. നോക്കിയേ, വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പം വചനം, ദൈവം, ദൈവത്തോട് കൂടെ, ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഗോഡ്, ദ വേർഡ്. ആ വേർഡ് ദൈവത്തോട് കൂടെയായിരുന്നു. ഹി വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. ഹി വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. അടുത്തത്, ഓൾ തിങ്സ് were made through him, and without him was not anything made that was made. നോക്കിയേ, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ യഹോവ സാക്ഷികളെന്ന് പറയുന്ന ആ വളരെ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന ആ പ്രിയപ്പെട്ടവർ ഒരു എന്താ പറയുന്നത്, ഈ വേദഭാഗത്തെ വളരെ തെറ്റായിട്ട് തർജ്ജിമ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട്, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എനിവേ, അപ്പോൾ ഈ ബിഗിനിങ്ങിൽ തന്നെ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ ഒരു പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ്, ദൈവിക ബഹുത്വം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജനസിസ് 1:26, 1:26 ഇവിടെ പറയുകയാണ്, ലെറ്റ് us make man in our image. The phrase implies counsel shared among distinct persons. നമ്മൾ വായിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. ദ ഫ്രേസ് ഇംപ്ലൈസ് കൗൺസൽ ഷെയർഡ് എമംഗ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്. അപ്പോൾ ആ നാം നമ്മുടെ സ്വരൂപത്തിൽ, ലെറ്റ് us make man in our image എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് അന്യോന്യം ആ കാര്യം ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. വൺ പേഴ്സൺ ടെല്ലിങ് അനദർ പേഴ്സൺ. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ ഈ ഒരു ട്രൈ പേഴ്സണാലിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. Man does not bear the image of angels, and there are no examples of kings speaking in the plural of majesty in the Old Testament. 2 കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ചിലർ പറയും, അത് ആ ഒരു പ്രയോഗം നാം എന്ന് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ടല്ലോ, പ്ലൂറൽ ഓഫ് മെജസ്റ്റി, അതാണ് എന്ന് ഈ ട്രൈ യൂണിറ്റിയെ നിഷേധിക്കുന്നവർ ഒരാശയം കൊണ്ടുവരും. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു ഘടകം, പഴയ നിയമത്തിൽ ഒരിടത്തു പോലും രാജാക്കന്മാർ ആ പ്ലൂറാലിറ്റി ഓഫ് മെജസ്റ്റി സൂചിപ്പിക്കുവാൻ വേണ്ടി നാം എന്ന പദം ഉപയോഗിക്കുന്നത് നമ്മൾ വായിക്കുന്നേയില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇത് ദൈവം ദൂതന്മാരോട് പറയുന്ന കാര്യവുമല്ല. കാരണം എന്താണെന്നറിയാമോ? ഒരിക്കലും മനുഷ്യൻ ദൂതൻ്റെ ഇമേജ് അല്ല ബെയർ ചെയ്യുന്നത്. ഒരു ദൂതൻ്റെ സാദൃശ്യമല്ല ആർക്കുള്ളത്?
മനുഷ്യർക്കുള്ളത്. പിന്നെ ആരുടെ സാദൃശ്യമാണ് ഉള്ളത്? ദൈവത്തിൻ്റെ സാദൃശ്യം. അപ്പോൾ ദിസ് ഈസ് ക്ലിയർലി എ വേഴ്സ് ദാറ്റ് പേഴ്സൺസ് ആർ ഷെയറിങ് കൗൺസൽ ബിറ്റ്വീൻ ഈച്ച് അതർ. അത് വളരെ ക്ലിയറാണ് ഈ വേദഭാഗം. ഇനിയും ദൈവവചനത്തിൽ നമ്മൾ തുടർന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി 3:22, 11:7, യെശയ്യാവ് 6:8 ഈ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇനിയും 11:7 ഉൽപ്പത്തി 11:7, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ. വരുവീൻ നാം ഇറങ്ങിച്ചെന്ന്, ആ പ്ലൂറാലിറ്റി. യെശയ്യാവ് 6:8 അത് നമുക്കറിയാം. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ദീസ് പാസേജസ് സജസ്റ്റ് എ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ് ഇൻ ദ ഡീറ്റി. ഓക്കെ, നമുക്ക് മുൻപോട്ട് പോകാം. ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫോർടോൾഡ് എ ഡിവൈൻ മെസ്സയ. ഡേവിഡ് അഡ്രസ്ഡ് ദ കമ്മിങ് ക്രൈസ്റ്റ് ആസ് മൈ ലോർഡ് and foresaw him sitting at God's right hand. നമുക്കറിയാം 110 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുക, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, എൻ്റെ കർത്താവിനോട് യാഹ്വേ യാഹ്വേ, പിന്നെ കർത്താവെന്ന പദം അഡോണായി. യാഹ്വേ എൻ്റെ അഡോണായിയോട്, കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠം ആക്കുവോളം എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാം. ഇത് മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇതേ വേദഭാഗം പരീശന്മാരുമായിട്ട് അവരുമായി സംഭാഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 22:41 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. നോക്കുക, അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തു, ക്രൈസ്റ്റ്, മെസ്സയ, യേശു പരീശന്മാരോട് ചോദിക്കുക, അത് നിങ്ങൾക്ക് എന്നോ തോന്നുന്നു? പരീശന്മാരുടെ മറുപടി, അവനാരാ? ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. ഉടനെ കർത്താവ് അടുത്തത് അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്ത്? മെസ്സിയ ആരാ? കർത്താവ് പറയാം, മെസ്സിയ എന്നുള്ളത് ദാവീദിന്റെ പുത്രനാണ്, ആണല്ലോ, പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന മെസ്സയായെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ദാവീദ് എങ്ങനെ കർത്താവെന്ന് വിളിക്കുന്നത്? അതിൻ്റെ മറുപടി ഇന്ന് വരെ ഒരു പരീശനോ ഒരു യഹൂദ റബിയോ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ റബിമാരും ഇതിന് ഉത്തരം കൊടുത്തിട്ടില്ല. ദാറ്റ് വാസ് ബിയോണ്ട് ദർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ ഇത് മെസ്സയ ആരാണ്? മെസ്സയ കർത്താവാണ്. ദാവീദ് കർത്താവെന്നാണ് മെസ്സയായെ വിളിക്കുന്നത്. ഇതൊരു മെസ്സയാനിക് സാമാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ 2 പേഴ്സൺസിനെ അവിടെ കാണുകയാണ്. ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ പോകുന്ന മെസ്സിഹായെ ദാവീദ് വിളിക്കുന്നത് എന്താ? ലോർഡ്, അഡോണായ്, കർത്താവ്. നോക്കുക, അപ്പോൾ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫോർടോൾഡ് എ ഡിവൈൻ മെസ്സയ. ക്രിസ്തു ആരാണ്? ഹി ഈസ് ഡിവൈൻ, ദൈവമാണ് എന്ന കാര്യം ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത്, ഐസയ promised the coming of a man who would be more than a man, for the child born to Israel would be the mighty God. യെശയ്യാവ് 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്.
ആ ശിശു ആരാണ്? ആ ശിശുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്താ? അത്ഭുത. യഹോവാസാക്ഷികളോടൊക്കെ ഈ വാക്യമൊക്കെ കോട്ട് ചെയ്താൽ പിന്നെ അവർ നമ്മുടെ അടുത്ത് വരികയില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അറ്റ്ലീസ്റ്റ് ബേസിക്കായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട് പ്രതിവാദം പറയാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഓക്കെ. അപ്പോൾ ആ ഒരു ജനിക്കാൻ പോകുന്ന ഒരു ശിശു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിനെ വിളിക്കുന്ന പേരെന്താ? മൈറ്റി ഗോഡ്. നോക്കിക്കേ, വീരനാം ദൈവം. ഈ വീരനാം ദൈവം എന്നുള്ള സംബോധന ആരെക്കുറിച്ചാണെന്നറിയാം? യെശയ്യാ 10:20-21. ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഷെയാർ യാശൂബ്, യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. വീരനാം ദൈവം ആരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞേക്കുന്നത്? ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? യാഹ്വേ, യഹോവയാകുന്ന. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. 9-ാം അധ്യായത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിനെ വിളിക്കുന്ന പേരെന്താ? മൈറ്റി ഗോഡ് എന്ന്. കണ്ടോ? വീരനാം ദൈവം. ആ വീരനാം ദൈവം എന്നുള്ള ടൈറ്റിൽ ആർക്ക് മാത്രം അവകാശപ്പെട്ടതാ? 10-ാം അധ്യായത്തിലേക്ക് വരുമ്പം യാഹ്വേ, യഹോവയാകുന്ന ദൈവം, യഹോവയാകുന്ന ദൈവം. അപ്പോൾ വീരനാം ദൈവം എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ കാര്യം നമ്മൾ മുൻപോട്ട് വരുമ്പോൾ മൈഖ prophesied that in Bethlehem would be born the king whose goings forth have been from of old, from everlasting. Micah 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഓക്കെ, അങ്ങനെ ഉത്ഭവിച്ചു വരുന്ന, അങ്ങനെ ജനിക്കാൻ പോകുന്ന, ഇസ്രയേലിൻ്റെ അധിപതിയാകുവാൻ പോകുന്ന ആള് മീഖാ പ്രവചനമാകട്ടോ, പഴയ നിയമമാണ്. ആ ആളിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഇംഗ്ലീഷിൽ ESV ഒന്ന് വായിക്കാമോ? But you, O Bethlehem Ephrathah, who are too little to be among the clans of Judah, from you shall come forth for me one who is to be ruler in Israel, whose coming forth is from of old, from ancient days. പണ്ടേ ഉള്ളതും എന്ന് പറഞ്ഞാൽ whose goings forth have been from of old, from everlasting. ആ പദവാ എവർലാസ്റ്റിംഗ്, നിത്യമായിട്ടുള്ളതാ. സങ്കീർത്തനം 45:6-7 വാക്യങ്ങൾ. ഞാൻ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 45:6. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. അടുത്തത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അപ്പൊ ദൈവത്തെ അഭിസംബോധന ചെയ്യുക. ദൈവമേ നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ എന്താകുന്നു? നീതിയുള്ള ചെങ്കോലാകുന്നു. അടുത്തത്, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. ദൈവത്തെ അഡ്രസ് ചെയ്യുക. ദൈവമേ നിന്റെ സിംഹാസനം എന്ന് പറഞ്ഞ് ദൈവത്തെ അഡ്രസ് ചെയ്യുന്നു. എന്നിട്ട് നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. ആരോടായി പറയുന്നത്? മുകളിലത്തെ വാക്യത്തിൽ ദൈവമേ നിന്റെ
സിംഹാസനം, പ്രീവിയസ് വേഴ്സ് ഒന്ന് കാണിച്ചേ. നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജത്വത്തിൻ്റെ ഇത് ഒരു ഡേവിഡിക് സാമാണ്, ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഒരു രാജാവിൻ്റെ അനോയിൻറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ ദാവീദ് പറയുന്നത് കേട്ടെ, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അടുത്തത്, അതുകൊണ്ട് therefore, വായിച്ചു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. God, thy God, മോളി പറയുന്നത്, thy throne, O God, is forever and ever, and yet on the other hand he said, God, thy God. God, thy God. ദൈവമേ, ദൈവം, നിന്റെ ദൈവം hath anointed thee. Therefore, the king is God, but also stands in a mediatorial relationship with God. Thy throne, O God, is a surprising in a text. Is surprising in a text addressing the Davidic king. It is the most natural reading of the Hebrew text, and it is the interpretation given to it in the Septuagint. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ ഇതേ നിലയിലാണ് ആ വേദഭാഗം തർജ്ജിമ ചെയ്തിരിക്കുന്നത്. ഇത് എബ്രായർ 1:8 വരുമ്പോൾ ഈ വേദഭാഗമാണ് യേശു കർത്താവിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. പുത്രനോടോ നോക്കിയേ, പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അപ്പോൾ പഴയ നിയമം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ തന്നെ ഈ 3 persons, 3 divine persons എന്നുള്ള പുതിയ നിയമത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആശയം പഴയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ക്ലിയർ ആയെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് യേശുനാമക്കാരെ പോലെയുള്ള ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ട്രൈ യൂണിറ്റി എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണെങ്കിൽ അത് പഴയ നിയമത്തിൽ ആദ്യം ഉണ്ടാകണം. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ഇനിയും പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഡീറ്റെയിൽസ് പോകാനായിട്ടുണ്ട്, എന്നാൽ നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട്. എന്നാൽ സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ ടെക്സ്റ്റുകൾ എടുത്ത് നമുക്ക് കൂടുതലായിട്ട് ആ കാര്യം വിശദീകരിക്കാവുന്നതാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യം, with the coming of Jesus Christ, the New Testament brings the doctrine of the Trinity out of the shadows into the full light of day. At the initiation of Christ's public ministry, the loving Father, the beloved Son, and the descending dove-like Spirit unveiled themselves. മത്തായി സുവിശേഷം 3:16-17 നമുക്കറിയാവുന്ന വേദഭാഗം. ഒന്നുകൂടെ വായിച്ചോളൂ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന്റെ ശബ്ദവും ഉണ്ടായി. നോക്കിയേ, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെ ആത്മാവ് പ്രാവെന്നതുപോലെ യേശു കർത്താവ് സ്നാനജലത്തിങ്കൽ നിൽക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴ് സ്വർഗത്തിൽ നിന്ന് ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ, പ്രാവല്ല കേട്ടോ, പ്രാവല്ല പരിശുദ്ധാത്മാവ്, പിന്നെന്താ, ലൈക്ക് എ ഡവ്, പ്രാവെന്ന പോലെ പുത്രൻ്റെ മേൽ ഇറങ്ങുന്നു.
മത്തായി സുവിശേഷം 28:19 ഞാൻ ഇതോടെ പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക. 28:19 ഞാൻ നേരത്തെ അതൊന്ന് സൂചിപ്പിച്ചതാണ്. എങ്കിലും അവിടെ കർത്താവിൻ്റെ ആ കമ്മീഷൻ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. ഓക്കെ, ഇത് അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിലെന്നല്ല, പിന്നെന്താ? നാമത്തിൽ. നോക്കണം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പക്ഷേ ഒരു നാമം, സിംഗുലറാ, നെയിം. അപ്പോൾ ദ സിംഗുലർ നെയിം, നാമം എന്നുള്ളത് അല്യൂഡ്സ് ടു ദ വൺ ഗോഡ്, ഏകദൈവം. ബട്ട് 3 persons are listed together here in a parallel structure that gives equal honor to each. ഓക്കെ, അപ്പോൾ ഈ ബാപ്റ്റിസം എന്നുള്ളത്, സിൻസ് ബാപ്റ്റിസം ഈസ് ദ ഇനീഷ്യേറ്ററി റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്, ദിസ് Trinitarian formula places the entire Christian life under the singular lordship of these 3 persons. Singular lordship. നമ്മളിനി പുതിയ നിയമത്തിൽ ചില വേദഭാഗങ്ങൾ എടുത്ത് നമ്മൾ പഠിക്കും വരുന്ന ആഴ്ചകളിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആകും. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുക, അത് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് വളരെ സന്തോഷവും, എനിക്ക് ആ വിഷയത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല കാര്യങ്ങളിലും എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ എന്നെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ ചില ഈ പാട്ടുകളൊക്കെ, പഴയ ചില പാട്ടുകളൊക്കെ എത്ര ബിബ്ലിക്കലാണെന്നറിയാം. നമ്മൾ സാധാരണ കല്യാണത്തിന് പാടുന്നൊരു പാട്ടുണ്ട്, പക്ഷേ അത് കല്യാണത്തിനല്ല, കല്യാണത്തിന് വേണ്ടി എഴുതിയല്ല. അത് ആകാശം ഭൂമി ഇവ സൃഷ്ടിച്ച ദേവദേവൻ എന്ന് പറയും. അത് കല്യാണത്തിന് വേണ്ടി എഴുതിയ പാട്ടൊന്നുമല്ല. അതിൻ്റെ ഒരു വാരി മാത്രം നമ്മളെടുത്ത് ഇങ്ങനെ പാടാറുണ്ട്. ഏകൻ ത്രിയേകനാകും, സ്വരൂപിയെന്നും ഏകട്ടെ മംഗളങ്ങൾ മേൽ. സച്ച് എ ബ്യൂട്ടിഫുൾ ലൈൻസ്, വളരെ മനോഹരമാണ്. ഏകൻ ത്രിയേകനാകും, സ്നേഹസ്വരൂപി. ഇവിടെ കണ്ടേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിക്കുക. അപ്പോൾ ആ ഇനീഷ്യേറ്റിംഗ് ആയിട്ടുള്ള കാര്യം ക്രിസ്തീയ ജീവിതത്തിൽ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ആ സിംഗുലർ ലോർഡ്ഷിപ്പിൻ്റെ കീഴിലാണ് നമ്മൾ വരുന്നത്. ആ സിംഗുലർ ലോർഡ്ഷിപ്പിൻ്റെ കീഴിൽ ഈ 3 persons, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. The apostles wove the doctrine of the Trinity into their theology and doxology. അതായത് അപ്പോസ്തലന്മാർ ഈ ഉപദേശം അവരുടെ പഠിപ്പിക്കലുകളിലും, തിയോളജി എന്ന് പറയുന്ന വാക്ക് കേട്ട അലർജി ഒന്നും തോന്നരുത്. തിയോളജി എന്ന് പറഞ്ഞാൽ തെയോസ് ആൻഡ് ലോഗോസ് എന്ന 2 വേദപുസ്തകത്തിലെ പദങ്ങൾ ചേർന്നുള്ളതാണ് തിയോളജി. അതുകൊണ്ട് ആർക്കും അലർജി തോന്നരുത്. തിയോളജി ഈസ് എ ബിബ്ലിക്കൽ വേർഡ്. ഓക്കെ. So the apostles wove the doctrine of the Trinity into their theology and doxology. The Trinity plays an integral part in Paul's gospel. ഗലാത്യർ 4:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചത്. എങ്കിലും ഈ 2 വേദഭാഗങ്ങളൊന്ന് വായിച്ചോളൂ ദയവായിട്ട്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, സുവിശേഷം എന്താണെന്ന് അപ്പോൾ പറയുന്നത്, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അടുത്തത്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന
അയക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ. നോക്കിയേ, അപ്പോൾ പിതാവ്, സുവിശേഷം എന്താ? അപ്പോസ്തലൻ പറയുക സുവിശേഷം എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ അയച്ചു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെയും അല്ലാത്തവരെയും വിലയ്ക്ക് വാങ്ങാൻ പിതാവ് പുത്രനെ അയക്കുന്നു. ആ പുത്രൻ വന്നതുകൊണ്ടും ആ പുത്രൻ്റെ മരണം നിമിത്തവും പരിശുദ്ധാത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. തീത്തോസ് 3:4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളോടൊന്ന് വായിച്ചോളൂ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും. ശ്രദ്ധിക്കണം, പിതാവ് പുത്രനെ അയക്കുന്നു. ആ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓക്കെ, ഇനിയും എഫേസ്യർ 1 3 മുതൽ 14 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ പൗലോസ് പറയുന്നത് ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ. എന്നിട്ട് താഴോട്ട് അവനിൽ ക്രിസ്തുവിൽ. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 14 വാക്യത്തിലോട്ടൊക്കെ വരുമ്പോൾ സീൽഡ് വിത്ത് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. ആത്മാവിനാൽ മുദ്രയിട്ടു. പിതാവ്, പുത്രൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുന്നത് പിതാവിങ്കിൽ നിന്ന് പുത്രനിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നു. അതുപോലെ 1:17 എഫേസ്യർ 1:17 സ്പിരിച്വൽ ഗ്രോത്ത് comes when the God of our Lord Jesus Christ, the Father of glory, gives his people the spirit of wisdom and revelation in the knowledge of him. അതായത് 17 വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവം എന്നൊക്കെ പറയുന്നതൊക്കെ അതെന്താ അങ്ങനെ പറയുന്നത്? വി വിൽ കം ടു ദാറ്റ്. അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് വരുന്ന ക്ലാസ്സുകളിൽ. ദൈവം നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൗലോസിൻ്റെ പ്രാർത്ഥന എന്നാണെന്നറിയാമോ? ദൈവം ഓൾറെഡി ബ്ലെസ്സിങ് ഒക്കെ തന്നു, പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇതുങ്ങളുടെ ഉള്ളിൽ ഇതൊന്ന് പ്രകാശിച്ചെങ്കിൽ എൻ്റെ ദൈവമേ. കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ചങ്ങല കയ്യെ കിടക്കുമ്പോഴും പ്രാർത്ഥന ഇതായിരുന്നു. നോക്കിയേ, എന്താ? ഗോഡ് ഹാസ് ഓൾറെഡി ബ്ലെസ്ഡ് അസ്. ആ ബ്ലെസ്സിങ്ങിൻ്റെ വാല്യൂ എന്താ? അതിൻ്റെ മഹത്വം എന്താ? അത് എത്ര വിലയുള്ളതാ? അതൊന്ന് മനസ്സിലാക്കാൻ എഫെസോസിലുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് അവരുടെ കണ്ണൊന്ന് തുറക്കണേ. അവരുടെ ഉള്ളിലൊന്ന് പ്രകാശിപ്പിക്കണേ. എന്തോ മനസ്സിലാക്കാനാ? പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ഉപവസിക്കേണ്ടതും ഇതിനു വേണ്ടിയാണ്. കർത്താവേ, എനിക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരണേ. ഇതൊന്ന് പ്രകാശിപ്പിച്ച് തരണേ. എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് താഴോട്ട് പറയുന്നത്, അന്നേരം മനസ്സിലാകും അവൻ്റെ വെളിയാലുള്ള എന്തിനാ വിളിച്ചേന്ന് മനസ്സിലാക്കണം. എന്തിനാ വിളിച്ചേ? കാനവച്ചൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ദൈവം നമ്മളെ വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചത്. ആ വിളി നമ്മൾ നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വന്നേക്കുന്നത്?
വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധനെ പോലെ ഇങ്ങനെ താടി നീട്ടി ഇരിക്കുന്നതാണോ? അല്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻ ദ nitty-gritty ഓഫ് എവ്രിഡേ ലൈഫ്, നിത്യജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ പെരുമാറാൻ, ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്യട്ടെ, പെരുമാറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിൻ്റെ പേരാണ് വിശുദ്ധി. അല്ല, വെള്ളയുടുപ്പിട്ടുകൊണ്ട് വരാൻ ആർക്കും പറ്റും, മീശ വടിക്കാനും ആർക്കും പറ്റും. മനസ്സിലാകുന്നുണ്ടോ? പോൾ എന്നാ പ്രാർത്ഥിച്ച്? സ്പിരിച്വൽ ഗ്രോത്ത് എങ്ങനെയാ വരുന്നത്? ട്രയൂൺ ഗോഡ്. ട്രയൂൺ ഗോഡ് ഈസ് അറ്റ് വർക്ക്. ഹൗ? ഗോഡ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തന്നിട്ട്, എൻ്റെ ദൈവമേ ഇതുങ്ങളുടെ കണ്ണൊന്ന് പ്രകാശിപ്പിക്കണേ. എവിടെ കിടക്കുക? കൈ ചങ്ങലയും കൊണ്ട് കിടക്കുക. ന്യായമായിട്ടും ഞാനായിരുന്നേ പ്രാർത്ഥിച്ചേനെ, എൻ്റെ പൊന്ന് എഫേസ്യരേ, എങ്ങനെയും ഇവിടുന്ന് ഒന്ന് ഇറങ്ങിക്കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. നോ. ഇനിയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവസാനം വരുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ, അപ്പോഴെനിക്ക് വാതിൽ തുറന്നു കിട്ടാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വേറൊന്നും തന്നെ കൺസേൺ ചെയ്യുന്നില്ല. ചങ്ങലയൊക്കെ അവിടെ കിടക്കട്ടെ, അത് കർത്താവ് അനുവദിച്ചതാ. കർത്താവ് ആ സമയത്ത് മാറ്റേണ്ടി ഇപ്പം മാറ്റിക്കോളും. എൻ്റെ ലക്ഷ്യം എന്താ? എൻ്റെ ലക്ഷ്യം എഫേസ്യരെ നിങ്ങളുടെ കണ്ണ് തുറക്കണം, എഫേസ്യരെ സുവിശേഷം വ്യാപിക്കണം. സ്പിരിച്വൽ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്? ട്രയൂൺ ഗോഡ്. ട്രയൂൺ ഗോഡ് വളരെ ഇമ്പോർട്ടൻ്റാണ്. സ്പിരിച്വൽ ഗ്രോത്ത് നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരിലൊന്നും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുകയില്ല കേട്ടോ. ഹോളി സ്പിരിറ്റ് എന്നാ പേര്. ആരാ ഹോളി സ്പിരിറ്റ്? ഹോളിയാ. ദ സ്പിരിറ്റ് ഈസ് ഹോളി. ദ വെരി നേച്ചർ ഈസ് ഹോളിനെസ്. സോ എവ്രി അൺഹോളിനെസ് grieves him. Every day we must pray, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ. അല്ലാതെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുകയല്ല പ്രിയരെ. നമ്മൾ പഴയ ചിലതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അന്ന് അത് പ്രാപിച്ചു, അന്ന് അത് കിട്ടി. ചുമ്മാതാ. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ the Spirit has to do his work in me. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരണം. ക്രിസ്തു മുഖാന്തരം പിതാവ്. നോക്കി അതാ ഞാൻ പറഞ്ഞത്. അപ്പോസ്തലന്മാർ ഇതെല്ലാം എല്ലാ കാര്യം നോക്കി. ആത്മവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? ശുശ്രൂഷകളെക്കുറിച്ച് the same Spirit, the same Lord Jesus Christ and the same God, പിതാവ്. 1 കൊരിന്ത്യർ 12:4-6 വരെയുള്ള വാക്യങ്ങൾ. The church, എഫേസ്യർ 2:13-18, the church is near to God by the blood of Christ, and through him we both, that is Jews and Gentiles, have access by one Spirit unto the Father. നോക്കി, ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോസ്റ്റൽസ് ഇത് അവർക്കൊരു അക്കാഡമിക് എക്സർസൈസ് ഒന്നുമല്ല. ട്രിനിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടതാ, ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാ, ആത്മീക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാ, കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാ. പ്രിയപ്പെട്ടവരെ, ട്രയൂണിറ്റി ഇല്ലെങ്കിൽ കുടുംബജീവിതമൊന്നുമില്ല കേട്ടോ. ഏറ്റവും ആ ഫസ്റ്റ് കോഴ്സിലെ ആ റിലേഷൻഷിപ്പ് ആ കുടുംബജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത്. ഞാൻ പിന്നീട് പറയാം. ഇന്ന് സമയമില്ല. നോക്കി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, വൺ ലോർഡ്, വൺ ഗോഡ് ആൻഡ് ഫാദർ ആൻഡ് വൺ സ്പിരിറ്റ്. എഫേസ്യർ 4:6. നമുക്ക് ഈ വേദഭാഗങ്ങളെല്ലാം നമുക്കറിയാവുന്ന വേദഭാഗങ്ങളാണ്. ആ അപ്പോസ്റ്റോലിക് ബെനഡിക്ഷൻ എന്താ?
the grace of the Lord Jesus Christ, the love of God, and the communion of the Holy Ghost be with you all. 2 Corinthians 13:14. So Trinity is such a practical doctrine. നോക്കുക, 1 പത്രോസ് 1:2 അവിടെ നമ്മൾ വായിക്കുന്നത്, എലക്ട് അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ദ ഫാദർ, പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനായി, unto the obedience and the sprinkling of the blood of Jesus. നോക്കിയേ, നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്കായിട്ട് എലക്ട് എഴുതുന്നു. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 1 യോഹന്നാൻ 4:13-14. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറഞ്ഞിരിക്കുക. അപ്പോൾ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, ഈ 3 അപ്പോസ്റ്റൽസും അവരുടെ ലേഖനങ്ങളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ കാര്യം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമുക്കൊരു നിമിഷം വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, we have come to do business with God. When you are born again, when you are born into the family of God, this is not simply an insurance policy for heaven at last. No, we have to live. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. കർത്താവ് തന്നിരിക്കുന്ന ആയുസ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ദൈവം തൻ്റെ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തുക. നമ്മൾ ഈ ട്രൈയൂണിറ്റി പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന പുതിയ നിയമത്തിലെ വാക്യം നമ്മൾ ഓർക്കണം. പുതിയ നിയമത്തിലാണ് അതുള്ളത്. നമ്മുടെ ദൈവം, ഹൂ അവർ ഗോഡ് ഈസ്, നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവിൽ ആ ദൈവത്തിൻ്റെ ആ ലോഡ്ഷിപ്പിൻ്റെ കീഴിലേക്ക് എൻ്റെ ജീവിതം മുഴുവൻ വരട്ടെ കർത്താവേ, അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.